ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. ആദ്യം തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ള മാരിനേഷൻ തയ്യാറാക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനൊക്കെ ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ കുഴച്ചൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ മാഗ്നറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ആക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്കൊരു പാന് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പ് ഇട്ട് നമ്മളിവിടെ മാഗ്നറ്റ് ചെയ്ത് വെച്ച ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അധിക നേരം ഫ്രൈ ചെയ്യാൻ പാടില്ല. ഒരു 10 മിനിറ്റൊക്കെ ആയാൽ മതിയാവും കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും. അല്ലെങ്കിൽ ഒരു ഉറപ്പായി പോകും. കുറച്ച് അധിക നേരം വേവിച്ചാൽ അത് ഉറപ്പായി പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇവിടെ ആവശ്യത്തിനില്ല വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റിയെടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് കോരി മാറ്റിയെടുത്തിട്ട് ആ സെയിം എണ്ണയിലോട്ട് തന്നെ നമുക്ക് മസാലയ്ക്കില്ല ഉള്ളി ഇട്ട് കൊടുക്കാം. എണ്ണ അധികമാണ് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ഒഴിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവായി കിട്ടും. നമ്മൾ ഉള്ളിയൊക്കെ നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 10 വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 തക്കാളി, ഒരു ചെറിയതാണെങ്കിൽ 3 തക്കാളി, വലുതാണെങ്കിൽ 2 മതിയാവും കേട്ടോ. അതൊന്നിട്ട് തക്കാളിയൊക്കെ വെന്ത് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ചേർത്തതിന് ശേഷം ഒരു 2-3 സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. പുളി എത്രയാണ് ഇഷ്ടം അത്രയ്ക്ക് ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ബിരിയാണിയിൽ പിന്നെ പുളി അധികം ആയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പുളി ഇല്ലാത്ത തൈര് ഒരു 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പിടി മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞു വെച്ചതാണിത്. എപ്പോഴും മല്ലിച്ചപ്പിൻ്റെ പകുതി എടുക്കാൻ പാടുള്ളൂ കേട്ടോ. പുതിന അതിട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി മസാലയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല ഞാൻ ആദ്യം ചേർത്തു. ഇനി അതിലോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളെ ഇഷ്ടത്തിന് ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അത്രയൊക്കെ ചേർത്ത് അതൊന്ന് ഇളക്കി അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കുക. ഒരു 10 മിനിറ്റ് നമ്മളെ ചെമ്മീനും മസാലപ്പൊടികളും ഒക്കെ ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ചെറിയ തീയിലിട്ടുകൊണ്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴത്തേന് നമുക്ക് റൈസിൻ്റെ പരിപാടിയിലോട്ട് പോകാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ചേർത്ത് ഒരു സവാള അരിഞ്ഞതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കോരി മാറ്റിയിട്ട് സെയിം എണ്ണയിലോട്ട് തന്നെ ഒരു 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ചെറിയ ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 1/2 പൊട്ട് ഉള്ളിയും പാടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം ഞാൻ തിളച്ച വെള്ളമാട്ടോ അവിടെ എടുത്തത്. ഞാനിവിടെ വെള്ളം തിളപ്പിച്ചിരുന്നു. അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഏകദേശം ഇവിടെ വെള്ളം ഒഴിക്കുന്നത് 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 6 കപ്പ് വെള്ളം കേട്ടോ അത് വെച്ചാണ് എടുക്കുന്നത്. നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചതാണ്. എന്നാലും ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് നല്ലോണം തിളച്ച് വരുന്നത് വരെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകശാലൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അരിൻ്റെ ഒപ്പം ആകുന്നത് വരെ നല്ല തീയിൽ വെക്കുക. അപ്പോൾ അരിൻ്റെ ഒപ്പമായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം. ഇനി നമുക്കതൊന്ന് അടച്ച് വെക്കാം. അത് അടച്ച് വെച്ച് ചെറിയ തീയിൽ കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ അത് ആയിക്കിട്ടും. 2-3 മിനിറ്റ് മതി കേട്ടോ. നല്ലപോലെ വേഗമൊന്നും വേണ്ട. ഇനി നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് നമ്മൾ മസാല ആക്കി വെച്ച ചെമ്മീനിൽ പകുതി എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഗരം മസാലയും ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കിസ്മിസ് കാഷ്യൂ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചില്ലേ പകുതിയല്ലേ മസാല അവിടെ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള മസാല ഈ റൈസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക.
പിന്നെ അതേപോലെ തന്നെ ഫുള്ളായിട്ടുള്ള റൈസും അതിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് വീണ്ടും ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും നമ്മൾ മല്ലിയിലയും ബാക്കിയുള്ള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും മുന്തിരിയും കാഷ്യൂനട്ടും എല്ലാം ഒന്ന് ചേർത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ദമ്മിടാം. 10 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. കാരണം ചെമ്മീനൊക്കെ നമ്മൾ നല്ലപോലെ വേവിച്ചതാണ്, മസാലയൊക്കെ വെന്തതായതുകൊണ്ട് തന്നെ ഇതൊന്ന് സെറ്റാകേണ്ട താമസമുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് ചെറിയ സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ റൈസൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറച്ചായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഉടയാത്ത വിധത്തിലൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.